ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസമായ ഒരു വീഡിയോ ചെയ്തിട്ട് ഇന്ന് വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ അപ്പുക്കുട്ടൻ അങ്ങനെ ഒരു 6 മന്തിന് ശേഷം തിരിച്ച് കുവൈറ്റിലെത്തിയിരിക്കുകയാണ്. അവനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഏർലി മോർണിംഗ് 5:30 ഞങ്ങൾ പൊന്നൂസ് ചേട്ടനെ കാണാൻ വേണ്ടി രാവിലെ എണീറ്റ് വഴക്കൊന്നുമില്ലാതെ റെഡിയായി മിടുക്കനായിട്ട് പോരുകയാണ്. അങ്ങനെ അച്ചാച്ചനും പൊന്നൂസും ഞാനും നമ്മുടെ പാസ്റ്റങ്ങൾ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 4 പേരും കൂടെ പോകുന്ന വഴിയാണ്. അങ്ങനെ ഏർലി മോർണിംഗ് നമ്മൾ കുഞ്ഞിനെ റിസീവ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട്സായ കുക്കുവിൻ്റെയും നീതുവിൻ്റെയും കൂടെയാണ്. അപ്പുക്കുട്ടൻ ഈ തവണ വരുന്ന അടുത്ത നെക്സ്റ്റ് മന്ത് നമ്മുടെ വെക്കേഷനാണ്. അപ്പോഴത്തേനും നമ്മൾ അപ്പൂസിനെ കൊണ്ടുവരാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അപ്പൂസ് 3 മന്തിൽ കണ്ടതാണ് നമ്മുടെ പൊന്നൂസ്. 3 മാക്സ് 6 മന്തിനുള്ളിൽ അവൻ തിരിച്ചു പോയി. അപ്പം ജസ്റ്റ് അവനൊന്ന് കമന്ന് വീഴാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളായിരുന്നു. ഇപ്പം അവൻ ചെറുതായിട്ട് പിച്ച വെക്കാനും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനെ കാണുമ്പോഴുള്ള എക്സൈറ്റ്മെൻറ്റും ചേട്ടനും അനിയനും തമ്മിലുള്ള ഒരു എക്സ്പ്രഷനും ഒക്കെ കാണാനായിട്ട് ഞങ്ങൾ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അങ്ങനെ വീട്ടിൽ നിന്ന് അവരും ഒരുപാട് ടെൻഷനായിട്ടാണ് വിട്ടിരിക്കുന്നത്. അവൻ്റെ മാമനും അമ്മച്ചിയും മാമൻ്റെ 3-4 ഫ്രണ്ട്സും എല്ലാവരും കൂടിയാണ് എയർപോർട്ടിൽ വന്നത്. അപ്പച്ചന് കാലിന് വയ്യായിരുന്നുകൊണ്ട് അപ്പച്ചൻ വന്നില്ല. അങ്ങനെ പാമ്പാടിയിലെ അപ്പച്ചനും അമ്മച്ചിയും തിരുവല്ലയിലെ അപ്പച്ചനും അമ്മയും എല്ലാവരും കൂടെ അവനെ അവിടെ നിന്ന് യാത്രയാക്കി. മാമൻ്റെ കൂടെ അമ്മച്ചിയുടെ കൂടെ അവനവിടെ വന്നു. ഇവിടെ കുഞ്ഞിൻ്റെ നീതുവിൻ്റെയും കൂടെ വന്ന് ലാൻഡ് ചെയ്യുന്ന ഞങ്ങൾ ഓൺ ദ വേണം. ഏർലി മോർണിംഗ് ഒരു 5:45 ആയിട്ടുള്ളൂ. അതാണ് ഈ ലൈറ്റിങ്ങും തണുപ്പ് തുടങ്ങിയിരിക്കുന്നൊരു ക്ലൈമറ്റാണ്. ലാസ്റ്റ് ടൈം അപ്പോൾ വന്നത് ഈ ടൈമിലാണ്, ഡിസംബറിലാണ്. അങ്ങനെ നമ്മുടെ അപ്പുവിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റായിട്ട് ലോഞ്ച് ചെയ്യുന്നത്. ഈ ഫുൾ മന്ത് അപ്പുക്കുട്ടൻ നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ഡേയ്സ് പെട്ടെന്ന് പോവും. ഇപ്പം ഡ്യൂട്ടിയുടെ ഒരു തിരക്കും പിന്നെ കുഞ്ഞുങ്ങളെ 2 പേരെയും കൂടി ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബിസി ഷെഡ്യൂളൊക്കെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. ഏർലി മോർണിംഗ് 2 പേരും ഡേ കെയറിൽ കൊണ്ടുവിടണം. അതുപോലെ തിരിച്ചു വരുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടമുള്ളത് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ അപ്പുവിനെ ഫുഡ് കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ഇനിയും അതിനുള്ളൊരു യുദ്ധമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വീഡിയോയിൽ കാണുന്നത്. ഓൺ ദ വേ ഓൾമോസ്റ്റ് നമ്മൾ റീച്ച് ചെയ്യാറായി. അങ്ങനെ പാസ്റ്റങ്ങളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളിവിടുന്ന് യാത്ര പുറപ്പെട്ടു. പൊന്നു എന്നാണേലും 5 o'clock എണീറ്റു. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകണം എന്നാണ്. പിന്നെ അവൻ ഉറങ്ങിയിട്ടില്ല. അവൻ എന്തെങ്കിലും മനസ്സിലായിട്ടാണെന്നറിയില്ല. എന്നാണേലും അവൻ ചേട്ടനെ കാണാനുള്ള ഉള്ളിലൊരു എക്സൈറ്റ്മെൻറ്റ്. അവന് ഉറക്കമൊന്നും ഇല്ലാതെ എഴുന്നേറ്റിരിക്കുകയാണ്. മോർണിംഗ് അവന് നല്ല ഡീപ്പ് സ്ലീപ്പുള്ള ടൈമാണ്. അങ്ങനെ അപ്പുക്കുട്ടൻ ഇവിടെ എത്തുന്നതാണ്. അങ്ങനെ നമ്മൾ കുവൈറ്റിൻ്റെ എയർപോർട്ടിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. വെതർ നല്ല കൂളിംഗ് ആണ്. ഏർലി മോർണിംഗ് നല്ല തണുപ്പുണ്ട്. വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ അപ്പുക്കുട്ടൻ വന്നു കഴിയുമ്പം ടൈം നമ്മൾ കണ്ടെത്തണം. അപ്പുക്കുട്ടനുമായിട്ട് പുറത്ത് ഔട്ടിങ്ങിന് പോകാനും അപ്പൂനും പൊന്നൂനും കളിക്കാനും ഒക്കെയുള്ള ടൈമിങ് നമ്മൾ കണ്ടെത്തണം. അതുപോലെ അപ്പൂൻ്റെ ക്ലാസ് 1 മന്ത് മിസ്സായി. അവൻ്റെ ക്ലാസ്സിനുള്ള പോർഷൻസൊക്കെ ടീച്ചേഴ്സ് അവിടെ നിന്ന് അയച്ചു തരും. അതൊക്കെ ഇരുത്തി പഠിപ്പിക്കണം. അങ്ങനെ കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ അപ്പുക്കുട്ടനിങ്ങി വരട്ടെ. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഞാനും അച്ചാച്ചനും പൊന്നൂസും കൂടെ പാസ്റ്റങ്ങൾ വണ്ടിയോടെ പാർക്ക് ചെയ്യാൻ നേരത്തെ ഇറങ്ങി ജസ്റ്റ് അപ്പൂസ് എത്തിയോന്നറിയാൻ വേണ്ടി കയറുവാണ്. ഏർലി മോർണിംഗ് കുറേയേറെ ഫ്ലൈറ്റുകൾ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഡിപ്പാർച്ചർ ഏരിയ ആണിത്. ഇമിഗ്രേഷൻ കഴിഞ്ഞ് വെളിയിലേക്ക് വരികയാണെന്നാണ് നീതുവിനെ വിളിച്ചപ്പം പറഞ്ഞത്. അങ്ങനെ രാത്രി അവിടെ നിന്ന് കയറിയപ്പം കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചിയും മാമനെയൊക്കെ ഇട്ടിട്ട് പോകുന്നപ്പം ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ ആരും ഇല്ലാതെ ട്രാവൽ ചെയ്യുന്നത്. എന്നാണേലും അവനോട് പറഞ്ഞപ്പം അവനതെല്ലാം ഉൾക്കൊണ്ട് സിറ്റുവേഷൻ മനസ്സിലാക്കി കയറി പോരാൻ വേണ്ടി റെഡിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അങ്ങനെ ഞങ്ങളവിടെ വന്നിറങ്ങി. പൊന്നൂസിനൊന്നും അറിയില്ല. എന്നാലും പൊന്നൂസ് ഭയങ്കര ഹാപ്പി ആയിട്ട് ചുറ്റുവട്ടത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാതെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ അപ്പുക്കുട്ടനെ റിസീവ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പുക്കുട്ടൻ വെളിയിലേക്ക് വരുന്നു. നോക്കി അപ്പുക്കുട്ടൻ്റെ റിയാക്ഷൻ എന്താണ് ഞങ്ങളെ കാണുമ്പോഴെന്നുള്ള അറിയില്ല.
നോർമലി നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ചെന്നിറങ്ങുമ്പം ഞങ്ങളെ കാണുമ്പം അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഒക്കെ കൂടെ അവൻ ഓടി വരാറുണ്ട്. ഇതാണ് അതിൻ്റെ അറൈവൽ ടൈമിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ദുബായ്, ജദ്ദ, അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, ട്രിവാൻഡ്രം, അഹമ്മദാബാദ്, കൊളംബോ, എല്ലാം കുവൈറ്റ്, ന്യൂയോർക്ക്, കുവൈറ്റ് എയർവേസിൻ്റെ ഡിഫറെൻറ്റ് അറൈവൽ ടൈമിങ്സാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡായി, ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ഇപ്പം തന്നെ വെളിയിലേക്ക് വരും. നമ്മൾ പുറത്തോട്ട് നോക്കി വെളിയിലേക്ക് നോക്കിയതും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ഫ്രണ്ടാണ് നീതു. അവർ വരുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ അവൾ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നാണ്. ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞ് അപ്പുവിനെ നോക്കിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ്. അങ്ങനെ കുക്കു ആൻറ്റിയുടെയും നീതു ആൻറ്റിയുടെയും കൂടെ നമ്മുടെ അപ്പുക്കുട്ടൻ കുറച്ച് ഷൈ ആയിട്ടാണ് വരുന്നത്. കുക്കു ആൻറ്റിയുടെ ഇവിടെ പാത്തിരുന്ന് അമ്മേനെ അച്ഛനെയും കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റോടു കൂടി അവൻ വരുവാണ്. ഇനി അവൻ ഒറ്റ ഓട്ടമാണ് കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. അവൻ്റെ സ്നാക്സ് ബാഗും 2 ബുക്സും ഒക്കെ ഉണ്ട് അവൻ്റെ ബാഗിൽ. അതൊക്കെ വെച്ചിട്ട് സത്യം പറയില്ല കണ്ണ് നിറഞ്ഞു പോയി. അവൻ ഓടി വന്ന് ഇത്രയും സ്നേഹം വിഷമമൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാണ് അവൻ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ നമ്മളോട് സംസാരിക്കാനൊന്നും കൂട്ടാക്കാതെ. അവൻ്റെ ഉള്ളിലെ വിഷമമാണോ അതൊന്ന് മനസ്സിലായി. അങ്ങനെ അവൻ ഓടി വന്ന് അമ്മയ്ക്കും അച്ചായിക്കും പൊന്നൂസിനും ഒക്കെ ഉമ്മ തന്നു. അങ്ങനെ ട്രാവലിങ്ങും ഒക്കെ ആയിരുന്നു. അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ഇവിടെ എത്തി. അപ്പം 2 പേരോടൊരു ബിഗ് താങ്ക്സ്. ന്യൂസിനെ മോനെ പോലെ നോക്കി ഇവിടെ കൊണ്ടുവന്നതിന് ഒരുപാട് ഹാപ്പിയായി. അങ്ങനെ കുക്കു ആൻറ്റിക്കും കുക്കു ആൻറ്റിയുടെ മോനെ പോലെ തന്നെ നോക്കി നീതു ആൻറ്റിയും ജൂനിയർ അമ്മ റോളിൽ ഇങ്ങെത്തി. അങ്ങനെ 2 പേരുടെയും കൂടെ ഹാപ്പിയായിട്ട് പൊന്നൂസ് ലാൻഡ് ചെയ്തു. അപ്പൂസ് ലാൻഡ് ചെയ്തു. അങ്ങനെ അപ്പൂസും പൊന്നൂസും ലഗേജൊക്കെ വാങ്ങി അവർ ഡ്യൂട്ടിക്കാണ്. ഞാനിന്ന് അവരുമായിട്ട് തിരിച്ചു പോവാണ്. അങ്ങനെ 2 പേരും തമ്മിലുള്ള ഒരു സ്നേഹപ്രകടനമാണ് ഈ കാണുന്നത്. എന്നാണേലും അവൻ്റെ ബ്രദറിനെ കിട്ടി. അവനെന്തോ ഒരു ടോയ് കിട്ടിയ സന്തോഷമാണ് പൊന്നൂസിന്. അങ്ങനെ ഞങ്ങൾ പാസ്റ്ററങ്കിളിനെ, അപ്പൂസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്ററങ്കിളിനെ കണ്ടവൻ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് ലോഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്നൊക്കെയുള്ളൊരു വേർഡിങ് ഒക്കെ ഓർത്തിരുന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചു, മോനെ പാസ്റ്ററങ്ങളോടൊരു പ്രേസിലോട്ട് പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് ഓർത്തിരുന്ന് പറഞ്ഞത് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ വണ്ടിയിൽ കയറി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞ് ഇവന്മാർ തമ്മിൽ കുറച്ച് നോൺ വെർബൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൂസ് പൊന്നൂസിന് വേണ്ടി ഒരു കിലുക്കാൻ പെട്ടി, അതുപോലെ കുറേ ചെറിയ സ്മോൾ ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് അവന് അമ്മി വാങ്ങിച്ച് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് പുള്ളി കുഞ്ഞുവാവയ്ക്ക് കൊടുക്കാൻ വേണ്ടി, പിന്നെ സൂര്യമാമൻ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കയറിയപ്പം തൊട്ട് അത് സെർച്ച് ചെയ്യുവാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ പുള്ളിക്ക് ചൂട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ജാക്കറ്റ് ഊരാനൊരുങ്ങി. പിന്നെ ഞങ്ങൾ ഊരിച്ചില്ല, പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അമ്മച്ചി അവിടെ നിന്ന് കൊടുത്തു വിട്ട ചപ്പാത്തി ഒന്നും കഴിച്ചിട്ടില്ല. പുള്ളി ഫ്ലൈറ്റിൽ കയറി ഒന്നും കഴിച്ചില്ല. വീട്ടിൽ ചെന്നിട്ട് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അമ്മ പൊന്നൂനും അപ്പൂനും ദോശയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ചെന്ന് ചൂടോടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കറിയൊന്നും ഞങ്ങൾക്ക് വേണ്ട, നല്ല കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. ന്യൂട്ടല്ല കൂട്ടിയാണ് ഞങ്ങൾ കഴിച്ചത്. അങ്ങനെ കുഞ്ഞ് തിങ്സ് എല്ലാം എടുത്ത് വെളിയിലേക്ക് ഇട്ട് അച്ചാച്ചൻ്റെ വക ആ ടിഫിൻ ക്യാരിയറിലൊക്കെ അതേപടി ഇരിപ്പുണ്ട് ഫുഡ്. ഓരോരോ തിങ്സ്, അതിൻ്റെ ബുക്സ്, കുറച്ച് സ്കെച്ചസ്, പെൻസിൽസ് എല്ലാം ഉണ്ട്. പൊന്നുവാണെങ്കിൽ കിടന്ന് തപ്പം. അതാണ് ടോയ്സ്. അതിനകത്ത് കുറേ ക്യൂട്ട് പപ്പീസ്, ക്യാറ്റ്, അങ്ങനെ കുഞ്ഞ് ചിക്ക് അതെല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം എടുത്ത് ഭയങ്കര കളർഫുള്ളായിരുന്നു. അവൻ അട്രാക്റ്റീവായിരുന്നു. അവൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെയും അവൻ അതിനകത്ത് എന്തൊക്കെയോ പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ബ്രദറിനോടുള്ള ആ ടോക്കൺ ഓഫ് ലവ് എക്സ്പ്രസ് ചെയ്തു. അങ്ങനെ 2 പേരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഒരുമിച്ച് നിർത്താൻ കൊണ്ട് നമ്മുടെ ആ സമയത്തെ സിറ്റുവേഷനാണ്. കുഞ്ഞിന് ഡെയിലി ക്ലൈമറ്റ് മാറുമ്പോൾ ഫീവർ, 2 പേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോക്ക് എല്ലാം കൂടെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിനെ ആക്ച്വലി 1 മന്ത് നാട്ടിൽ വിട്ടതിന് ശേഷം അവനെ അവിടെ ചേർക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഇവിടെ ഓൾറെഡി കുഞ്ഞ് ജോയിൻ ചെയ്തിരുന്നതാണ്. അങ്ങനെ
നമ്മൾ ഇനി അവനെ റീജോയിൻ ചെയ്യിക്കാൻ ദൈവം സഹായിച്ചാൽ നെക്സ്റ്റ് ഇയർ കൊണ്ടുവരും. ഈ വർഷത്തെ സ്കൂളിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വെക്കേഷൻ കഴിഞ്ഞ് കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് പോരുന്ന ഓർത്തിട്ട് ഇപ്പോഴേ ഒരു ബുദ്ധിമുട്ടാണ്. എന്നാണെങ്കിലും പോയ സമയവും ഇനിയുള്ള സമയത്തെക്കുറിച്ചും ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ള പ്രസൻറ്റ് കണ്ടീഷൻ ഞങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ കണ്ട അപ്പൂസിൻ്റെ ഹാപ്പിനെസ്, പൊന്നൂസിൻ്റെ ഹാപ്പിനെസ്, രണ്ടുപേരുടെ ആ നിഷ്കളങ്കമായ ചിരിയാണ് നമ്മളെ മുന്നോട്ട് എല്ലാ ഹഡിൽസും ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി പ്യുവർ ലവ് ആണ്. രണ്ടുപേർക്കും ഒന്നും ഒളിക്കാനോ രണ്ടുപേർക്കും ഒന്നും അറിയില്ല. അങ്ങനെ ചേട്ടനും അനിയനും ഒരു ഹാപ്പി മൊമെൻറ്റിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് വീട്ടിലെത്താറായി. പാസ്റ്റങ്ങളുടെ വീട്ടിൽ ജസ്റ്റ് ഒന്നിറങ്ങി അപ്പോസിന് അവിടുത്തെ ആൻറ്റീനെ ഒന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ ചെന്നെത്തിയതിന് ശേഷം അവിടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഒന്ന് ഫ്രഷപ്പായി കിടന്ന് ഉറങ്ങി. വീട്ടിലൊക്കെ ഒന്ന് വിളിച്ചു. പിന്നെ ഈവനിങ് അപ്പൂസിനെ ഒന്ന് ജസ്റ്റ് ഔട്ടിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളെ രാവിലെ പിന്നെയും ബാക്ക് ടു വർക്ക്. അപ്പം അവരെ പിന്നെയും ഡേ കെയറിൽ കൊണ്ടുവന്ന ഒരാളെ ഇവിടെ നിർത്താനൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതൊരു ഏർലി മോർണിംഗ് എടുത്തുകൊണ്ട് വേണം. അവർ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറിൽ നന്നായിട്ട് കെയർ ചെയ്യും അതൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ വീട്ടിൽ നിന്ന് വന്നതിൻ്റേതായിട്ടുള്ള ഒരു സങ്കടം അവൻ പറഞ്ഞപ്പോൾ ഡേ കെയർ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് കരഞ്ഞു. പിന്നെ വൈകുന്നേരം ജസ്റ്റ് കൊണ്ട് അവരെ ഒന്ന് കാണിച്ച് പിറ്റേ ദിവസമായപ്പോൾ അവൻ ഓക്കെ ആയി. പിള്ളേരോടൊക്കെ ഹാപ്പി ആയിരുന്നു എന്ന് ആൻറ്റി അങ്കിളും പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് വീട്ടിലേക്ക് എത്തുക. ടോയ്സ് എല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ ഉടനെ തന്നെ വീട്ടിലെത്തിച്ചേരുന്നതായിരിക്കും. അങ്ങനെ രണ്ടുപേരും കൂടെ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷനാണ്. പൊന്നൂനെ കങ്കരു ബാഗിലാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് അവന് ചാടണമെന്നുണ്ട്. വീട്ടിൽ ചെല്ലുന്നിടം വരെ അതിൽ പിടിച്ച് വെച്ചിരിക്കുക. അവനെ കൊടുക്കുന്ന ക്യൂട്ട് ടോയ്സൊക്കെ കണ്ട് അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫ്ലാറ്റിലെത്തി. എന്നിട്ട് അച്ഛൻ ലഗേജൊക്കെ എടുത്ത് നമ്മൾ നെക്സ്റ്റ് മന്ത് വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ലഗേജസ് ഒന്നുമില്ല. കുറച്ച് സ്നാക്സും അതുപോലെ ആഗ്രഹമുള്ള കുറച്ച് ഐറ്റംസ് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൂസിൻ്റെ ബുക്സും തിങ്സും അച്ചാറൊക്കെ എല്ലാ തവണ അമ്മ കൊടുത്തു വിടുന്ന അച്ചാറൊന്നും വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു ഒഴിവാക്കി. നെക്സ്റ്റ് മന്ത് പോയിട്ട് വരുമ്പോൾ വേണം അതെല്ലാം കൊണ്ടുവരാൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോയി. അപ്പൂന് ഓർമ്മയുണ്ടോയെന്നറിയാൻ വഴിയും ഫ്ലോറും എല്ലാം ചോദിച്ചു. അവൻ തന്നെ അതെല്ലാം പിക്ക് ചെയ്ത് കറക്റ്റ് 4th ഫ്ലോറിൽ അവൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ്. എന്നെ ഭയങ്കര ഹാപ്പിയാണ്. അവൻ്റെ റൂമിലേക്ക് കയറി ഭയങ്കര എക്സൈറ്റഡായിട്ട് കയറുന്ന മൊമെൻ്റാണ് ഈ കാണുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഗൈഡ് ചെയ്തു, അവൻ്റെ പുറകെ ഫോളോ ചെയ്തു. അവനാണ് കറക്റ്റായിട്ട് അവൻ്റെ റൂമും ഫ്ലോറും എല്ലാം കണ്ടുപിടിച്ച് പുള്ളി പോയി തുറന്നു. ഇവൻ വരാൻ നേരത്ത് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു റൂമിൻ്റെ ഫ്രണ്ടും റൂമിനകത്തുള്ള ഫോട്ടോസും എല്ലാം. പുള്ളി തന്നെ ഹാപ്പി ആയിട്ട് അവൻ്റെ റൂം തുറന്നു. പൊന്നൂസ് ഭയങ്കര എനർജറ്റിക്കായിട്ട് ചേട്ടനെ വെൽക്കം ചെയ്തു. അങ്ങനെ വീട്ടിലേക്ക് കയറുവാണ്. നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ്, നമ്മുടെ ലിറ്റിൽ ഹെവൻ. അങ്ങനെ ഉള്ള ടൈം നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരുടെ ആദ്യമായിട്ടാണ് വെക്കേഷന് പോകാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച മൊമെൻ്റാണ്. അങ്ങനെ വീട്ടിലേക്ക് കയറി പുള്ളിക്ക് അച്ചായി ഒരു ചെസ്സിൻ്റെ സെറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ചെസ് പ്ലെയർ. അങ്ങനെ കുഞ്ഞു ബ്രദർ എന്തോ വലിയ കാര്യത്തിലാണ്, അന്വേഷണത്തിലാണ്. അങ്ങനെ ബാഗിൽ നിന്ന് റിലീസ് ചെയ്തു. അങ്ങനെ അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെയൊന്നും അല്ലെങ്കിലും ഞങ്ങൾ അടിപൊളി ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വിത്ത് ന്യൂട്ടല്ല, അതിനൊരു കോംപ്രമൈസും ഇല്ല. സാമ്പാറോ ചട്നിയോ കടലക്കറിയോ ഒന്നും ഞങ്ങളുടെ മോന് വേണ്ട. അങ്ങനെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിൽ ഓംലേറ്റും കടലക്കറിയും ദോശയൊക്കെ ഞാൻ ലൈവായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാനിപ്പോൾ ഇതിലില്ലാത്തത്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതിനുശേഷം ഒരു ഒക്കെ പാസ്സാക്കി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ ഈവനിങ്ങാണ് ഞങ്ങൾ ഔട്ടിങ്ങിനായിട്ട് പോയത്. ഇതാണ് നമ്മുടെ ഫാമിലി ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അങ്ങനെ ദോശയുണ്ട്, ഓംലെറ്റുണ്ട്, കടലക്കറിയുണ്ട്, പാല് വേണ്ടവർക്ക് പാല്, ചായ എല്ലാം റെഡിയായി. അങ്ങനെ ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ 2 പേരെ ഫീഡ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ